ഹായ്, നമസ്കാരം. പോയ വാരം നമുക്കൊരു സന്തോഷം നൽകുന്നൊരു വാർത്ത നാം കേട്ടിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദിമോചനമൊക്കെ സാധ്യമാക്കി ഗസയിൽ സമാധാനം പുലരുമെന്ന്. പക്ഷേ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ യഥാർത്ഥത്തിൽ ഗസയിൽ സമാധാനം പുലർന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈജിപ്തിൽ ട്രംപ് അടക്കമുള്ള ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർ വന്നിട്ട് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ഒരു പ്രഹസനമായ ഒരു കരാറൊക്കെ നമ്മൾ കണ്ടു. ഈ ഒപ്പുവെച്ച നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നേതൃത്വം നൽകിയ അമേരിക്കക്കൊന്നും ഇത് നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നടപ്പിലാവുന്നു എന്ന് അന്വേഷിക്കാനോ ഉറപ്പുവരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നതായി നാം കാണുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഗസയിലെ പാവപ്പെട്ട കുരുന്നുകൾ, പാവപ്പെട്ട ആബാലവൃദ്ധം ജനങ്ങൾ ഇന്നും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിയുടെ പേരിലാണെങ്കിലും ബോംബിങ്ങിലായാലും എങ്ങനെയാണെങ്കിലും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിയ ഒരു കാട്ടാള യുദ്ധമാണ് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ അവിടെ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയും അവരേക്ക് ഭക്ഷണമോ വെള്ളമോ നിയന്ത്രിക്കാൻ പാടില്ല. അതിന് ഒരു നിയന്ത്രണമില്ലാതെ അവിടേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട്, എത്തിപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഗസയുടെ കാര്യത്തിൽ, ആ ഗസ സ്ട്രിപ്പിൻ്റെ കാര്യത്തിൽ, ആ ദ്വീപ് എന്ന് പറയാം നമുക്ക്, കാരണം ഇസ്രായേലിനാൽ ചുറ്റപ്പെട്ട ആ സ്ട്രിപ്പിലേക്ക് വെള്ളം വരണോ, വെളിച്ചം വേണോ, ഭക്ഷണം വേണോ എന്ന് തീരുമാനിക്കുന്നത് ഇന്നും ഇസ്രായേലാണ്. ഈ സംസാരിക്കുന്ന ഈ സമയത്ത് വരെ ഇസ്രായേലാണ്. ലോക രാജ്യങ്ങളെല്ലാം മൗനത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിൽ ഒരുപാട് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചു, ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഒരുപാട് രാജ്യങ്ങൾ ഇത്രയും കാലത്തിൽ 2 വർഷത്തിനിടയ്ക്ക് ഒരുപാട് തവണ അവർ ശ്രമിച്ചു ഒരു സമാധാനം കൊണ്ടുവരാം. പക്ഷേ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ കരാർ ഉണ്ടാക്കുന്നു, ലംഘിക്കുന്നു. ആരാ ലംഘിക്കുന്നത്? ആരാണോ മേധാവിത്വം അല്ലെങ്കിൽ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രാജ്യം തന്നെ അവർ കൊടുത്ത വാക്കല്ലേ മാറ്റാൻ പറ്റൂ എന്നുള്ള രൂപേണ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ന് സമാധാനം പുലരുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ സമാധാനം പുലരും എന്നോ അല്ലെങ്കിൽ ഒരു ഉറപ്പും ഒരു രാജ്യത്തിനും ഒരാൾക്കും കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. നമുക്കറിയാം, ലോക പോലീസ് അല്ലെങ്കിൽ ലോക മേധാവിത്വം ചമയുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിനെതിരെ പോലും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രകടനങ്ങൾ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഞങ്ങൾക്ക് രാജാവിനെയല്ല വേണ്ടത് എന്ന് ബാനർ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു കൂറ്റൻ റാലികളും ബഹുജന പ്രക്ഷോഭങ്ങളും അമേരിക്കയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ യുദ്ധത്തിന് മുൻകൈയെടുത്തത്. എനിക്ക് നോബൽ സമ്മാനം ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വയം ആദ്യമായി ഒരാൾ എനിക്ക് സമാധാനത്തിലുള്ള നോബൽ വേണം എന്നൊക്കെ വാദിക്കണം നമ്മൾ കണ്ടത്. നോബൽ സമാധാനത്തിന് വേണ്ടി നൽകണമെങ്കിൽ ആ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിരിക്കണം. യുദ്ധം തുടങ്ങി വെച്ചത് ആരാണോ അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണോ അവർ ഒരു സുപ്രഭാതത്തിൽ നിർത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല, ഒരു അടിസ്ഥാനവുമില്ല. ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു റോളുമില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാണ്, ജനങ്ങളെ കയ്യിലെടുക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് നടപ്പിലാക്കി കിട്ടി, ബന്ദികളെ, ജീവനോടെയുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് കിട്ടി. അതുവഴി ഇസ്രായേലിലുള്ള കുടുംബങ്ങൾ, ആ ബന്ദികളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ തണുപ്പിക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. യുദ്ധത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം യുദ്ധത്തിൻ്റെ വിജയത്തിൽ ഒന്നാമത്തെ ലക്ഷ്യം ബന്ദികളെ പരിപൂർണമായി മോചിപ്പിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതായിരുന്നു. ബന്ദികളെ പരിപൂർണമായി മോചിപ്പിച്ചത് ഒരു ബന്ദിയെപ്പോലും, നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബന്ദിയെപ്പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല. സൈനിക നടപടിയിലൂടെ ഈ സൈന്യത്തിന് ഫലസ്തീൻ മണ്ണിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനോ മോചിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. ഒരുപാട് ഓപ്പറേഷൻ നടത്തി, തുരങ്കങ്ങളിലൂടെയുള്ള ഓപ്പറേഷൻ നടത്തി, യുദ്ധങ്ങൾ നടത്തി, ഒരുപാട് പേരെ കൊന്നൊടുക്കി, ഒരുപാട് ബിൽഡിങ്ങുകൾ തകർത്തു. 80% ബിൽഡിങ്ങുകളും വാസയോഗ്യമല്ലാതാക്കി മാറ്റി. ഒരു ബന്ദിയെപ്പോലും അവർക്ക് മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഹമാസിൻ്റെ ടെക്നിക്കൽ ബുദ്ധി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സ്ട്രിപ്പിൽ എല്ലാ സ്ഥലത്തും ഇസ്രായേലിൻ്റെ കണ്ണെത്തിയിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ ബോംബിങ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ബന്ദിയെപ്പോലും പിടിക്കാൻ കഴിയാത്ത രൂപേണ അവർ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഹമാസിൻ്റെ ആ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടെക്നിക്കിൻ്റെ ഒരു പ്രാധാന്യം നാം എടുത്ത് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് സന്ധി ഉണ്ടാക്കി. ഈ
ബന്ദികളൊക്കെ മോചിപ്പിച്ചത് എങ്ങനെയാണ്? സന്ധി ഉണ്ടാക്കിയിട്ട്. സന്ധി ഇത് മോചിപ്പിച്ച് കഴിഞ്ഞാൽ വാക്ക് പാലിക്കൂല. കരാറുണ്ടാക്കുന്നു, ലംഘിക്കുന്നു. വിശ്വാസവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ലോകത്ത് ഏക രാഷ്ട്രമുള്ളൂ പറഞ്ഞ വാക്ക് പാലിക്കാത്ത രാഷ്ട്രം. അത് ഇതുവരെ ചരിത്രത്തിൽ അങ്ങനെ തന്നെ. അതാരാണ്? അത് ഇസ്രായേൽ രാഷ്ട്രമാണ്. ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് വരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നഗ്നമായ നിയമലംഘനങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അന്താരാഷ്ട്ര ഉടമ്പടികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നിർബാധം അയച്ചുവിടുന്ന യുദ്ധങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് ഹമാസിനെ നിരായുധീകരിക്കുക. സത്യത്തിൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമായ ഒരു കാര്യമാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഹമാസ് എന്താണെന്നുള്ളത് ആദ്യം നാം മനസ്സിലാക്കണം. ഹമാസി എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അനേകം പേരുടെ ഒരു സംഘടനയാണ് ഹമാസ്. ഇന്നൊരു കുട്ടി അവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും ബുദ്ധി വരുമ്പോൾ, ഓർമ്മ വരുമ്പോൾ ആ കുട്ടിയും ഹമാസിലാണ്. അത് കാരണം എന്താണ്? ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം ഏതെങ്കിലും മനുഷ്യരുണ്ടാവും, ഏതെങ്കിലും ജനങ്ങളുണ്ടോ? നാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ലോക ചരിത്രത്തിൽ ലോക രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഹമാസിനെ അവരെങ്ങനെയാണ് നിരായുധീകരിക്കുക, അല്ലെങ്കിൽ ഹമാസിനെ അവരെങ്ങനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്? ജനിച്ച് വീഴുന്ന കുട്ടിയും ഹമാസ് ആണെന്നുണ്ടെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഒന്നെങ്കിൽ ഹമാസ്, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പേരിലത് അവിടെ ഉണ്ടാവും. നിരായുധീകരിക്കാനോ ഹമാസിനെ ഇല്ലാതെയാക്കാനോ ഒരു ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളത് പരിപൂർണമായ വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, അത് അവർക്ക് ഒരു പരിധി വരെ, ഒരു ശതമാനം വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല, നടക്കാൻ കഴിയുകയുമില്ല. കഴിയണമെങ്കിൽ ഗസ നിവാസികളെ, ഗസയിലെ ഒരു മനുഷ്യനെ പോലും ബാക്കി വെക്കാതെ അവർ കൊന്നൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്തു